ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇത് നമ്മുടെ ആഗ്രയിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ആഗ്ര വീട് കണ്ടിട്ട് ഞങ്ങളിപ്പോൾ ഡൽഹിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ താജ്മഹലിൽ പോയായിരുന്നു. രാവിലെ ഞങ്ങൾ താജ്മഹലിൽ പോയിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് റൂമിൽ വന്ന് റൂം വെക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ റൂമിൽ നിന്ന് ഞങ്ങളൊരു ഇലക്ട്രിക് ഓട്ടോ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത് ബസ് സ്റ്റാൻഡിലോട്ട്. ഒരു 3-4 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ബസ് സ്റ്റാൻഡിലോട്ടുള്ള ദൂരം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഓട്ടോയിൽ ഞങ്ങൾ വെക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് അപ്പം ബസ്സുകളൊക്കെ ഒരു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തത് AC ബസ്സായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്താൽ മതി. ഞങ്ങൾ അങ്ങനെ അത്യാവശ്യം നേരത്തെ ചെന്നെടുത്താൽ നമുക്ക് നല്ല സീറ്റൊക്കെ നമുക്ക് കിട്ടും. ഇതായിരുന്നു ഞങ്ങൾ പോയ ബസ്. അപ്പം ഞങ്ങൾ കയറിയ ടൈമിൽ ബസ്സിൽ ആരുമില്ല. പക്ഷേ വണ്ടി ഫുള്ളായതിനു ശേഷം വണ്ടി എടുക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഏകദേശം ഞങ്ങൾ കയറിയതിനു ശേഷം ഏകദേശം 1 മണിക്കൂറോളം വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് വണ്ടി അവിടെ നിന്ന് എടുത്തത്. ആഗ്രയിൽ നിന്ന് എനിക്ക് തോന്നുന്നു 4-5 മണിക്കൂറൊക്കെ ഇരിക്കണമായിരുന്നു ബസ്സിനകത്ത് കേട്ടോ. ആഗ്രയിൽ നിന്ന് 220 കിലോമീറ്റർ ആയിരുന്നു ഡൽഹിയിലോട്ട്. അപ്പം ഞങ്ങൾ മാപ്പിൽ നോക്കിയപ്പോൾ 3 മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി എന്നാണ് കാണിച്ചു. പക്ഷേ ഏകദേശം 5 മണിക്കൂറോളം എടുത്തു ഞങ്ങളങ്ങ് എത്താനായിട്ട്. ബസ്സിൻ്റെ റേറ്റ് വന്നിട്ട് ഒരാൾക്ക് 400 രൂപയായിരുന്നു കേട്ടോ. AC ബസ്സിന് 2 പേർക്ക് 800 രൂപയായിരുന്നു. പിന്നെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഒരു ഫുഡ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും, പിന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകാം, അതിനൊക്കെ ആയിട്ടൊരു ഫുഡ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ഇക്കാണ് കേട്ടോ, വേറെ ഒന്നും കണ്ടല്ല. ഞാൻ ഫുൾ ടൈം വർക്കുമായിരുന്നു ബസ്സിൽ കിടന്നിട്ട്. എനിക്കങ്ങനെ AC ബസ്സിൽ യാത്ര ചെയ്യാൻ പിടിക്കില്ല കേട്ടോ. AC ബസ് എന്നല്ല AC കാർ അങ്ങനെയൊന്നും പിടിക്കില്ല. കാരണം ചെറുതായിട്ടൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് കേട്ടോ എനിക്ക്. അത് കാരണം ഞാൻ കയറി ഉടനെ കിടന്ന് ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാം എടുക്കുന്ന ഇക്കാണ്. അപ്പം ഇവിടെ നിന്ന് ആഗ്രയിൽ നിന്ന് ഡൽഹി വരെയുള്ള കുഞ്ഞു വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണും. വീഡിയോ വെറുതെ കണ്ടാൽ മാത്രം പോരാ കേട്ടോ. ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെ തരാം കേട്ടോ.